ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൻ്റെ സ്നേഹവന്ദൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവന് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ആചരണങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള, പെരുന്നാളുകളും യാഗവുമുള്ള, മനോഹരമായ യെരൂശലേം ദൈവാലയമുള്ള, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ പെരുന്നാളാഘോഷം കണ്ടുകൊണ്ട് കർത്താവായ യേശു വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ആവശ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ്, ദൈവിക ജീവൻ പ്രാപിക്കുകയാണ്. അതിന് എന്ത് വേണം? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ടോ അവർക്ക് ചെല്ലുവാനൊരിടമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപികളോട് മനസ്സലിവ് കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ഈ ഭൂമിയിലെ മനുഷ്യരെ പോലെ സകല പരീക്ഷകളും തികച്ചവൻ, പാപമൊഴിയ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, എല്ലാം അനുഭവിച്ചവൻ, ആ കർത്താവായ യേശുവിലേക്ക് ചെന്നാൽ മതി. ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ വാഗ്ദത്തം ലോകത്തിൽ മറ്റാരും തന്നിട്ടില്ല. എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് ചെയ്യും. സഹോദര, നിന്റെ സ്വത്ത് മുഴുവനും കൊടുത്താൽ കിട്ടുമോ? നിനക്കുള്ളത് മുഴുവനും കൊടുത്താൽ കിട്ടുന്നതാണോ? അത് അത്രയ്ക്കുള്ളതേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ലോകത്തിന് മുഴുവൻ്റെയും കൂടെ വില കൂട്ടിയാലും ആത്മാവിൻ്റെ വിലയില്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. എത്ര സത്യമാണ്! ആ പരിശുദ്ധാത്മാവിനെ നിനക്ക് തരാമെന്ന്. എപ്പോൾ? ദാഹിക്കുന്ന എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ മതി, വേറൊന്നും വേണ്ട. അതിന് മനോഹരമായ അവസരം കർത്താവ് തന്നെ ഒരുക്കിയിരിക്കുകയാണ്. നമുക്കവിടെ ചെല്ലാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഇന്ന് നിങ്ങൾ ദൈവവചനത്തിന് മുൻപിൽ ഇരിക്കുന്നു. നിങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ടു വന്നത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം ആകർഷിക്കാതെ ആർക്കും ദൈവവചനത്തിന് മുമ്പിലേക്ക് വരാൻ കഴിയുകയില്ല. ഇത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും പിതാവായ ദൈവത്തിന് വലിയ കാര്യപരിപാടിയുണ്ട്. സ്വർഗത്തിലെ കൃത്യമായ പ്ലാനുകളും പദ്ധതികളുമുണ്ട്. സഹോദര, നിനക്കൊന്ന് താഴാമോ? നിനക്കൊന്ന് താഴ്ത്താമോ? സഹോദരി, നിനക്കൊന്ന് ദൈവവചനത്തിന് മുമ്പിൽ ഒന്ന് കീഴ്പ്പെടാമോ? നിന്റെ ഇഷ്ടം എന്താണോ അതിനെനിക്ക് മനസ്സാണ് എന്ന് പറയാമോ? കർത്താവ് പറയും, നിനക്കൊരു ജയജീവിതം വേണോ? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. വീണ്ടും കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എന്താണ് വിശ്വാസം? കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയ രക്ഷകനായ ക്രിസ്തുവിനുള്ള വിശ്വാസം. ക്രിസ്തുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അവൻ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ആ വ്യക്തി പിന്നെ മരിക്കുന്നില്ല. ഈ ലോകപ്രകാരമുള്ള മരണത്തിൻ്റെ കാര്യമല്ല. ഈ ഭൂമി നാം എല്ലാം മരിക്കും. മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം. 90-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതല്ല, ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിലെ മരണം വിഷയമേ അല്ല. അവൻ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് മാറ്റപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അവൻ അഭിനയിക്കാൻ കൊടുക്കുന്ന സമയം തിരശ്ശീലയുടെ മുൻപിലേക്ക് വന്ന ജനം കാണുകയും അവൻ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞാൽ അവൻ തിരശ്ശീലയുടെ പുറത്തേക്ക് മാറുന്നു. അവനവിടെ തന്നെ ഉണ്ട്, തിരശ്ശീലയുടെ മറുവശത്തുണ്ട്. എന്നാൽ എന്താണ് കർത്താവ് പറഞ്ഞത്? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് അവനെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ജീവജല നദി ഒഴുകും. പരിശുദ്ധാത്മാവിനെ നീ പാനം ചെയ്തു കഴിഞ്ഞു, എന്നാൽ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല നിൻ്റെ വേല. നിന്നിൽ നിന്ന് ഈ ജീവജല നദി ഒഴുകിക്കൊണ്ടിരിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം പുറത്തേക്ക് ഒഴുകി. ആർക്ക്? അത് നിനക്കല്ല,
വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ദൈവം ഇതിലേ ദൈവത്തിനെ മനോഹരമായി നട്ടുവളർത്തി. ഇന്നലെ കായ്ക്കുന്ന ഫലം എന്താണ്? ആത്മാവിൻ്റെ ഫലമാണോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെയാണോ നിന്റെ ഫലങ്ങൾ? അതാണോ പുറത്തേക്ക് ഒഴുകുന്നത്? അതാണ് നിന്റെ മക്കൾക്ക് വേണ്ടത്, അതാണ് ഈ സമൂഹത്തിന് വേണ്ടത്, അതാണ് ഇന്നത്തെ വിശ്വാസികൾക്ക് വേണ്ടത്. അത് കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ? വിശ്വാസി കൊടുക്കാൻ കഴിയും. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞത്? യഹൂദന് പിടി കിട്ടിയില്ല. ബുദ്ധിരാക്ഷസന്മാരായ യഹൂദന് പിടി കിട്ടിയില്ല, ഇന്നും പിടി കിട്ടില്ല. തിയോളജിക്കാർക്ക് മനസ്സിലാവില്ല, ഈ ലോകത്തിലെ ബുദ്ധിശാലികൾക്ക് മനസ്സിലാവില്ല. ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, ജയജീവിതം അനുഭവിക്കാം. ഈ തലമുറയിലും എന്ത് വേണം? യേശുവിൽ വിശ്വസിക്കുക, വേറൊന്നും വേണ്ട. സ്തോത്രം. അവനെ വിശ്വസിക്കുന്നുള്ളതിന് തെളിവ് എന്താണ്? വേഷം മതിയോ? പുറമേ കാണുന്ന കുരിശുവര മതിയോ? പുറമേ കാണിക്കുന്ന ബക്കരി മതിയോ? പോര പറയപ്പെട്ടവർ, ഹൃദയത്തിലെ വിശ്വാസം അതെങ്ങനെ തെളിയും? എന്നെ വിശ്വസിക്കുന്നതിനെ സ്നേഹിക്കും. ആരാണൊരു വിശ്വാസി? അവൻ ദൈവത്തിനനുസരിച്ചിരിക്കും, അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കും. അവൻ പണത്തിലോ അവൻ്റെ കഴിവിലോ അവൻ്റെ മിടുക്കിലോ അവൻ്റെ പഠിപ്പിലോ അവൻ്റെ ജ്ഞാനത്തിലോ അവൻ്റെ ഉന്നത പദവിയിലോ അവൻ അഭിമാനിക്കില്ല. അത് വെറും താൽക്കാലികമെന്നവനറിയാം, അത് നിഷ്പ്രഭമെന്നവനറിയാം. അവൻ ദൈവത്തിൽ ആശ്രയിക്കും. അതിനല്ലേ കർത്താവ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശാന്തമായി ചിന്തിക്കൂ. നമുക്ക് വിശ്വാസികളാകാം. അതിനെന്ത് വേണം? വേറെ ഒന്നും ചെയ്യണ്ട. ദൈവത്തെ സ്നേഹിക്കുക, വചനമനുസരിക്കുക, ആത്മാവിനെ കിട്ടും. വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആരാണ് ഈ പരിശുദ്ധാത്മാവാൻ ദൈവം? തൃത്വത്തിലൊരുവനായ പരിശുദ്ധാത്മാവാൻ ദൈവം, പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം, ദൈവം തന്നെ. ആ ദൈവത്തെ കിട്ടാൻ എന്താ വേണ്ടത്? പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. സ്തോത്രം. ദൈവത്തിലെ നിന്നെ നടത്തുവാൻ മതിയായവനായ കാര്യസ്ഥൻ, സകലതും അറിയാവുന്നവനായ കാര്യസ്ഥൻ, നിന്റെ ജീവിതം മുഴുവനും അറിയുന്നവൻ. മാത്രമല്ല, അവൻ്റെ ഭാവിയും അറിയുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അവൻ്റെ ഹൃദയത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാവി അറിയാം. അടുത്ത നിമിഷത്തിൽ നിനക്ക് വരാൻ പോകുന്നതായ പ്രതിസന്ധി അവനറിയാം, നേരിടാൻ പോകുന്ന വലിയ പ്രയാസങ്ങൾ അവനറിയാം. എല്ലാം അറിയുന്നവൻ. എന്നാൽ അതിനുള്ള നീക്കുപോക്കുകൾ വന്നിരിക്കുകയാണ്. അവൻ ഉപദേശങ്ങൾ തരികയാണ്, നീ അങ്ങനെ നടന്നാൽ മാത്രം മതി. ഒരു കുരുടന് വിശ്വസനായ ഒരാൾ കൈപിടിച്ചെടുത്തെന്ന് വിചാരിക്കുക, പലതും ഭയപ്പെടണോ? അയാൾ പുറകെ പോയാൽ പോരെ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം വാസ്തവത്തിൽ കുരുടരല്ലേ? നാം വാസ്തവത്തിൽ അജ്ഞരല്ലേ? നാം വെറും ബലഹീനരല്ലേ? അസൽ നമുക്ക് എന്തിനു കൊള്ളാം? ഒരു വിലയുമില്ലാത്ത. ഞാൻ പണ്ട് വായിച്ചായിട്ട് ഓർക്കുന്നു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ഏതാണ്ട് 18 രൂപ വിലയുണ്ട്. അതിന് സോൾട്ടും സോഡിയവും എല്ലാം കൂടെ കണക്കൂട്ടിയാൽ 18 രൂപയ്ക്കാണ്. ഇത്രയേ ഉള്ളൂ. എന്നെ അഭിമാനിക്കാനാ? എന്ത് പൊങ്ങാനാ? ആരുടെ മുമ്പിൽ ആളാകാനാ? ഒന്നുമില്ല. ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് തരാമെന്ന്, ഒരു ദൈവം എൻ്റെ കൂടെ നടക്കാമെന്ന്, ആ ദൈവം എന്നെ നടത്തുമെന്ന് മനുഷ്യന് വേണ്ട. മനുഷ്യൻ അവൻ്റെ വഴി ഇല്ലേ? സഹോദരങ്ങളെ, അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴകളുടെ അഗ്നി നരകം തന്നെയാണ്. തീരുമാനിച്ചു, അവരവർ തീരുമാനിച്ചു. ദൈവം ആരെയും നിർബന്ധിച്ച് നരകത്തിലോ സ്വർഗത്തിലോ വിടുന്നില്ല. എല്ലാം മനുഷ്യൻ തന്നെത്താൻ തീരുമാനിക്കുന്നതാണ്. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അന്ത്യ ന്യായവിധി നാളിൽ തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് കർത്താവ് പറയും,
എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി സ്വർഗീയ പിതാവ് ലോകാരംഭങ്ങൾക്ക് മുൻപേ ഒരു സ്വർഗമുണ്ടാക്കി വെച്ചു. സ്വർഗീയ ഭവനം പണിത് കഴിഞ്ഞു. സ്തോത്രം. സംശയിക്കണ്ട, അത് പിതാവിൻ്റെ ദിവ്യ ജ്ഞാനത്തിൽ അവൻ ചെയ്തതാണ്. നിന്റെ നന്മയൊന്നും കണ്ടിട്ടല്ല. ദൈവം സൃഷ്ടിക്കുന്നതായ മനുഷ്യന് വേണ്ടി ഒരു സ്വർഗം ദൈവം ഒരുക്കി വെച്ചു. ലോകാരംഭങ്ങൾക്ക് മുൻപേ അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം, ആ സ്വർഗം അവകാശമാക്കിക്കൊള്ളുവിൻ. അവകാശമാക്കിയാൽ മാത്രം മതി. ഇനി വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവരവരാണ്. ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് ഇന്ന് ഇവിടെ ഈ ഭൂമിയിൽ മനുഷ്യനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വിലയേറിയ പരിശുദ്ധാത്മാവിനെ അവനെ ഒരുക്കുന്നതിന് വേണ്ടി അവൻ്റെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവൻ ദൈവം അവനെ വഴി നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യനോ ഇതിൻ്റെ വില അറിയാതെ അവനിങ്ങനെ നടക്കുന്നു, ഈ ഭൂമിയിലോട്ട് നടക്കുന്നു. എന്താണ് നാം വായിച്ചു കേട്ടത്? പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. മറക്കരുത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം അയച്ചിരുന്ന കാര്യസ്ഥൻ അകന്ന പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും? നിങ്ങൾക്ക് സകലം ഉപദേശിച്ചിരിക്കുകയും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനറിയാതെ നിൻ്റെ അറിവ് കുറവുകൾ, നിൻ്റെ ബലഹീനതകൾ, നിൻ്റെ മണ്ടത്തരങ്ങൾ എല്ലാം അറിയാം പരിശുദ്ധാത്മാവിന്. എന്നാൽ അവൻ തക്ക സമയത്ത് അവൻ ഉപദേശിച്ചു തരും. നിന്നെ കുഴിയിൽ വീഴിക്കുകയില്ല, നിന്നെ പാപത്തിൽ വീഴിക്കുകയില്ല. അവൻ നിനക്ക് വേണ്ടതെല്ലാം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഈ പാവപ്പെട്ട മനുഷ്യൻ, നിങ്ങളെക്കാളെല്ലാം താഴ്മയുള്ളവനായ ഈ മനുഷ്യൻ, ഒരു യോഗ്യതമില്ലാത്ത ഈ മനുഷ്യൻ തക്ക സമയത്ത് എനിക്ക് ഉപദേശങ്ങൾ തരുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ജോലി നോക്കിയ ആളാണ്. പലപ്പോഴും വലിയ പ്രമാദമായ കേസുകളിൽ ഗവൺമെൻറ് ഭാഗം സാക്ഷിയായി കോടതികളിൽ എന്നെ വിസ്തരിക്കുന്നതിന് വേണ്ടി സാക്ഷിക്കൂട്ടി നിർത്തിയിട്ടുണ്ട്. പ്രമാദമായ കേസുകളിൽ അനേകം ആളുകൾ വന്നത് കേൾക്കാൻ ശ്രദ്ധയോടെ നിൽക്കും. അഡ്വക്കേറ്റ്സ് ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ആ സാക്ഷിക്കൂട്ടിനോട് മറുപടി പറയുമ്പോൾ ജഡ്ജി അത് എഴുതിയെടുക്കും. ഞാൻ ഓർക്കുന്നു, ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹൃദയം കർത്താവിലേക്ക് അയക്കും. ഇത് സാധിക്കും പ്രിയപ്പെട്ടവർ. കോടതിയിൽ നിൽക്കാൻ ശരീരം മതി, ജീവനും മതി, വേറൊന്നും വേണ്ട. വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജീവനുണ്ടെങ്കിൽ പറയാം, അറിവുകൾ പറയാം. ഹൃദയം ദൈവത്തിന്. സ്തോത്രം. അത് ദൈവത്തിങ്കിൽ ഏകാഗ്രമാക്കാൻ കഴിയും. ദൈവം തരുന്നത് കേൾക്കാൻ കഴിയും. അനുസരിക്കണമോ വേണ്ടയോ തീരുമാനിക്കേണ്ട നീയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കാര്യം സകലം ഉപദേശിച്ചു തരും. നിർണായകമായ രംഗങ്ങൾ വന്നിട്ടുണ്ട്. നോട്ട് കെട്ടുകളെന്നെ നേരെ കൈക്കൂലിക്കായി വെച്ച് നീട്ടിയിട്ടുണ്ട്. അന്ന് ഉള്ളിലൊരു ബോധ്യം, ഇതിനേക്കാൾ വില എൻ്റെ അകത്തുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ ലോകത്തിന് പുറകെ പോകുന്നവൻ? വിലയേറിയത് എന്താണെന്ന് അറിയാത്തവനാണ് അവൻ. മണ്ടനാണെന്ന് ഞാൻ പറയും. കർത്താവ് വിളിച്ചത് മൂഢ എന്നാണ്. ഞാൻ ആ വാക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് ശാന്തമായി ചിന്തിക്കാം. ഈ മണ്ണാങ്കട്ടയുടെ പിന്നാലെ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവർ. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഭ്രാന്തനായ മനുഷ്യൻ, ഇവരൊക്കെ ഞാൻ എൻ്റെ കണ്ണിനെ കണ്ടതാ. ഓടയിൽ നിന്നൊരു ചീഞ്ഞ പേപ്പർ എടുത്ത് ഒരു മൺകട്ട അതിനകത്ത് വെച്ച് പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചുകൊണ്ട് എടുക്കുക. ഓടയിൽ കിടക്കുന്ന ചീഞ്ഞ പേപ്പറിൽ ഒരു മൺകട്ട എടുത്ത് പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ച് അതുകൊണ്ട് വിലപ്പെട്ട ഏതോ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കുക. ആരാണത് ചെയ്യുന്നത്? മണ്ണെ പ്രതി മാണിക്യം വെക്കുന്നത് ആരാണ്? ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് മണ്ണിന് വേണ്ടി കോടതിയിലേക്ക് പോകുന്നത് ആരാണ്? നീ ആത്മീകനോ ജഡീകനോ? നിന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനോ? നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണ്? ചിന്തിക്കാറുണ്ടോ? അന്ത്യന്യായവിധിയിൽ കർത്താവായ യേശു ക്രിസ്തു ഇടത്തുള്ളവരോട് പറഞ്ഞു,
ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യനും നരകം ഒരുക്കി വെച്ചിട്ടില്ല. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കി വെച്ചിരിക്കുന്നതായ നരകം. എന്താണ് പിശാചിന് അങ്ങനെ നരകം ഒരുക്കി വെക്കാൻ കാരണം? അവൻ ദൈവത്തിൻ്റെ വാഴ്ച കാത്തുകൊണ്ടില്ല. അവനെ ഏൽപ്പിച്ചതായ ജോലി അവൻ നിർവഹിച്ചില്ല. എന്നെ നിങ്ങളെയും വല്ല ജോലി ഏൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചിട്ടുണ്ടോ? അയ്യോ, എനിക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ നോക്കണ്ടേ, സൂക്ഷിക്കണ്ടേ? പെറു സ്വത്തല്ലേ, അത് കാക്കണ്ടേ, കരുതണ്ടേ? മൺമയനായ മനുഷ്യ, നീ എത്ര നാൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കും? നീ ഒരു മുട്ടസൂചിയെങ്കിലും കൊണ്ടുപോകുമോ? ഇല്ല എന്ന് നീ തിരിച്ചറിയും. പ്രിയപ്പെട്ടവർ, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂഢനായ മനുഷ്യൻ, അവനാണ് ഈ മണ്ണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി കോടതി കയറി വ്യവഹാരവുമായി നടക്കുന്നത്. നീ ജഡീകനാണ്, നീ പ്രാകൃതനാണ്. നിനക്ക് വേണ്ടി വച്ചിരിക്കുന്നത് പിശാചിനും ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകമാണ്. പറഞ്ഞു കൊടുക്കേണ്ടവനാണ് നീ പോലും പഠിക്കുന്നില്ല. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഞാൻ പറഞ്ഞല്ല, കർത്താവായ യേശു പറഞ്ഞതാ. സ്തോത്രം. സഹോദരങ്ങളെ, നമുക്ക് തിരിയാം, നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. പിതാവിൻ്റെ നാമത്തിലായിപ്പാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അനുഭവത്തോട് ചേർത്ത് ഞാൻ പറയട്ടെ, വചനം പറയുമ്പോൾ പോഴും ദൈവവചനം പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരും. അതാണ് വചനം, അതാണ് വചന ശുശ്രൂഷ. ബുദ്ധിയിൽ പഠിച്ചിട്ട് പറയുന്നതല്ല വചന ശുശ്രൂഷ. അതിൽ ദൈവം സന്തോഷിക്കുകയുമില്ല. വചനം കേൾക്കുന്ന ദൈവത്തിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് പിതാവായ ദൈവമാണ്. നിന്നെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. നിനക്ക് വേണ്ടത് എന്തെന്നറിയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ വചനം ദൈവത്തിൻ്റെ നാവിൽ തരുന്നതാണ് നീ പറയേണ്ടത്. നീ ഒരു മൈക്കായി നിൽക്കേണ്ടവനാണ്. ബുദ്ധിയുടെ വചനമെടുത്ത് പറയേണ്ടവനല്ല. അധിക ശിക്ഷാവലി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേക ഉപദേഷ്ടാക്കന്മാരാകരുത് എന്ന് യാക്കോബ് പറയും. സ്തോത്രം. വായിൽ തോന്നുന്നത് പറയാനുള്ളതല്ലാതെ വചന ശുശ്രൂഷ. പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാമോ? അവൻ ഉപദേശിച്ച് തരുന്നത് അത് ജനത്തിന് കൊടുക്കാമോ? ഈ തലമുറയിൽ വിശ്വസനായിട്ട് നിൽക്കാമോ? ദൈവത്തെ സ്നേഹിക്കാമോ? ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. ദൈവം നിനക്ക് വേണ്ടി എല്ലാം കരുതിക്കൊള്ളും. അവൻ സകലവും നിങ്ങളെ ഓർമ്മപ്പെടും. ദൈവവചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. പാപിയായ മനുഷ്യന് പാപം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ, പരാജയപ്പെടാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം കർത്താവ് യേശു ക്രിസ്തു ഉപദേശിച്ച് തന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടത് തക്ക സമയത്ത് അവൻ ഉപദേശിച്ച് തരും. സ്തോത്രം. അനുഭവിക്കാമോ? എത്ര സുഖകരമാണ് ക്രിസ്ത്യ ജീവിതം എന്നറിയാമോ? എത്ര മനോഹരമാണെന്നറിയാമോ? ഒന്നും അറിയണ്ട. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരെ ചേർത്തിരുത്തിക്കൊണ്ട് അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവൻ അവരുടെ മേൽ ഊതി. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യമാണ്. നിത്യനായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊരി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സത്യമാണെങ്കിൽ അതേ ഊത്ത് ഇനി നിങ്ങൾക്ക് കിട്ടും. ജീവൻ പ്രാപിക്കാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിച്ചുകൊള്ളാമെന്ന് കർത്താവിനോട് വാക്ക് പറയാൻ ആരുണ്ട്? വേറൊരു വ്യവസായം വേണ്ട. അത് സത്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നു മുതൽ നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് ഒരാൾ പറയുന്നത് ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്നാണെങ്കിൽ പിതാവായ ദൈവത്തിനറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനറിയാം, പരിശുദ്ധാത്മാവാം ദൈവത്തിനും അറിയാം. അവൻ നിസ്സാരനായ മനുഷ്യൻ, ബലഹീനായ മനുഷ്യൻ, അവനെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ അവൻ
അവൻ്റെ ബലഹീനതയിൽ നിന്നുകൊണ്ട് അവൻ തീരുമാനം പറഞ്ഞ ദൈവത്തോടാണ്. ആ തീരുമാനം ദൈവത്തോട് പറഞ്ഞതുകൊണ്ട് ആ തീരുമാനം നടപ്പാക്കുവാൻ വേണ്ടതായ ശക്തി ദൈവം തരികയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുമോ? ഇന്നത്തെ സമൂഹം പറയുന്നത് എനിക്ക് ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല എന്നല്ലേ. എനിക്ക് നല്ലവനായി ജീവിക്കണമെന്നുകൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് പാപം കൂടാതെ ജീവിക്കണമെന്നുകൊണ്ട് സാധിക്കുന്നില്ല. വെറും ഭോഷ്കാണ്. നിന്റെ ഹൃദയത്തിലിരിക്കുന്ന സാത്താനാണ് നിനക്ക് ഈ ഭോഷ്കിൻ്റെ ആലോചന തരുന്നത്. അവനെ പുറത്തിറക്കി വിടണം. ഒരു കാര്യം ഞാൻ പറയാം, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ സാത്താനും പരിശുദ്ധാത്മാവും കൂടെ വസിക്കില്ല. അവർ തമ്മിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഉറപ്പ്. എന്നെ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന അനേകരുടെയും ജീവിതത്തിൽ ഇത് രണ്ടും ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഭാവിക്കും. നിൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ, നീരസമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, അരുതാത്തൊരു വാക്ക് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ പിശാച് കുടിയിരിക്കുന്നു. നീ അവൻ്റെ കുടിയിരിപ്പ് ഭവനമാണ്. അവനെ നീ ഇറക്കി വിടാതെ പരിശുദ്ധാത്മാവ് ദൈവം നിൻ്റെ ഹൃദയത്തിലേക്ക് വരികയില്ല. ഈ നിർമ്മലമായ സത്യം ദയവായി ദൈവമക്കളൊന്ന് കേൾക്കുമോ? ഈ പിശാചിനെ ഇറക്കി വിടാൻ നിനക്ക് കഴിയില്ല. ശരിയാ, ദൈവത്തിനും അറിയാം. യാക്കോബ് പറയും, 5-ാം അധ്യായത്തിലുണ്ട്, യാക്കോബ് ലേഖനം 5-ാം അധ്യായത്തിലുണ്ട്, നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. വചനമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ തകർക്കുന്ന, എന്നെ പരാജയപ്പെടുത്തുന്ന ഈ ദുഷ്ടനായ പിശാച്, അവന് ഞാൻ ഒരു കഷ്ണം അപ്പം പോലും കൊടുക്കുകയില്ല. തീരുമാനിച്ചാൽ എത്ര നാൾ നടക്കും? എൻ്റെ വീട്ടിൽ വരുന്ന യാചകർക്ക് ഞാൻ പണം കൊടുക്കും. പക്ഷേ ഒരാൾ വ്യാജനാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവന് കൊടുക്കില്ല. അവന് കൊടുത്തില്ലെങ്കിലും പിറ്റേ ദിവസവും വരും, കൊടുക്കില്ല. അവൻ അടുത്ത ദിവസവും വരും, കൊടുക്കില്ല. എത്ര ദിവസം വരും? അവന് ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ അവൻ 1 മാസം വരുമായിരിക്കും, അല്ലെങ്കിൽ 2 മാസം വരുമായിരിക്കും, പിന്നെ വരുമോ? പിശാചിനോട് എതിർപ്പിൽ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിന് മേൽ കൈവച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ ഒരു വാക്ക് പറയാമോ? കർത്താവേ, എന്നെ തകർക്കുന്ന അഹങ്കാരിയായ സാത്താന്, എൻ്റെ സ്വയത്തെ, എൻ്റെ ജഡത്തെ, ഈ ലോകത്തെ വിടാൻ എനിക്ക് മനസ്സാണ്. കൃപ തരാം. ശക്തീകരിക്കാമോ? ബലപ്പെടുത്താമോ? എന്നെ കൂടെ സാധ്യമല്ലല്ലോ കർത്താവേ, നിനക്ക് കഴിയുമല്ലോ. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനമാണ്. പിശാചിനോട് എതിർപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. സ്തോത്രം. എത്രയോ സത്യമാണ്. നിങ്ങൾ പാപത്തെ വെറുക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ പാപത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ, പാപം എൻ്റെ ജീവിതത്തിൽ വരുവാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഹൃദയത്തെ തീരുമാനം വന്നാൽ, സാത്താൻ അവിടെ ഇരിക്കില്ല, അവനവിടെ ഗ്രിപ്പില്ല, അവൻ വിട്ടുപോകും. സാത്താൻ വിട്ടുപോകുന്ന ഹൃദയത്തിലേക്ക് യേശു വരും. പരിശുദ്ധാത്മാവ് ദൈവം വരും. അവൻ്റെ ജീവിതഭാരം ഏറ്റെടുക്കും. അവൻ തന്നെ മനോഹരമായി നടത്തും. അവൻ 2ാമത്തെ വരവിനെ അതിനെ ഒരുക്കും. കർത്താവായ യേശു മധ്യാകാശത്തിൽ വരാറായി. അവൻ്റെ കാഹളനാദം കേൾക്കാറായി. ലോകത്തിൻ്റെ ഗതിവിധികൾ വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ബുദ്ധിയുള്ളവർക്കെല്ലാവരും മനസ്സിലാവും. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നെനിക്കറിയാം, ഒരു 3-ാം ലോകമഹായുദ്ധം വരുന്നതിന് മുൻപ്, അന്ത്യകാല യുദ്ധം വരുന്നതിന് മുൻപ് കർത്താവ് തൻ്റെ പ്രിയമക്കളെ ഇവിടുന്ന് കൊണ്ടുപോകും. അവരാ യുദ്ധം കാണുകയില്ല. ദൈവത്തിലേ നീ ഒരുങ്ങിയോ? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നാം കാണുമ്പോൾ ഇനി സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങൾ 4-ാം അധ്യായത്തിലാണ് തുടങ്ങുന്നത്. അവിടെ നാം കാണുന്നു സ്വർഗം തുറന്നിരിക്കുന്നത്. അപ്പോസ്തലൻ കണ്ടു. അവിടെ സഭയുണ്ട്. നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാന സംഭവം കർത്താവിൻ്റെ 2ാമത്തെ വരവാണ്. അവിടെ സഭയുണ്ട്. സഹോദര, സ്വർഗത്തിൽ നീ കാണുമോ? സഹോദരി, നീ കാണുമോ? എന്നെയും നിന്നെയും പോലെയുള്ളവരാണ് സ്വർഗത്തിലുള്ളതെങ്കിൽ ആ സ്വർഗം ആർക്ക് വേണം? ഇന്നത്തെ സഭകളിലുള്ളവരെല്ലാം സ്വർഗത്തിൽ കാണുമെങ്കിൽ ആ സ്വർഗം ആർക്ക് വേണം? ഇതുപോലെ കലഹവും വഴക്കും വക്കാണവുമുള്ള സഭകൾ. ഇതാണോ വിശ്വാസി? ഇതാണോ വിശ്വാസികളുടെ സമൂഹം? നമുക്ക് തിരുത്താം.
നമുക്കെല്ലാം തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, ബലഹീനനായ മനുഷ്യൻ തൻ്റെ ബലഹീനതയിൽ നിന്നുകൊണ്ട് ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാൽ, കർത്താവെ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിച്ചു കൊള്ളാമെന്നൊരു വാക്ക് അവൻ ദൈവത്തോട് പറഞ്ഞാൽ, ആ മനുഷ്യൻ പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അതിനുള്ള കൃപ കൊടുക്കുന്ന ദൈവമുണ്ട്. അവൻ അത്രയും പരിശുദ്ധാത്മാവൻ ദൈവം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അവൻ സകലവും ഇതിനൊക്കെ ഉപദേശിച്ചു തരും. സ്തോത്രം. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. സ്വർഗം തുറന്നിരിക്കുന്ന സമയം, ജീവൻ്റെ പുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന ഈ സമയം, പരിശുദ്ധാത്മാവ് തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഈ സമയം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയം, നിങ്ങൾ എന്നോടൊരു വാക്ക് പറയുമോ? കർത്താവേ, പാപത്തോടും പാവഴികളോടും യാത്ര പറഞ്ഞുകൊണ്ട് ഞാനിതാ എന്നെ തന്നെ താഴ്ത്തി തരുന്നു. ഈ മൺതരിമേൽ ചവിട്ടി നിൽക്കണമേ. ഈ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണമേ. അവിടെ നിൻ്റെ ജീവിതഭാരം ഏറ്റെടുക്കണമേ. തിരത്തതാരനെ കഴുകണമേ, ശുദ്ധീകരിക്കണം. ശത്രുവിനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പലസിച്ചകറ്റണമേ. അധികാരമുള്ള ദൈവപുത്ര, അവിടെ നിന്ന് ഇപ്പോൾ അധികാരത്തോടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു അടിയങ്ങളെ നടത്തണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.